ചാനൽ മാക്സ് പെറ്റൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 16ാമത്തെ പേജിലെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ടോപ്പിക്കായ ട്രയാങ്കിൾ ഡിവിഷൻ ചെയ്യാം. അത് ഇങ്ങനെയാണ്: ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും അതിൻ്റെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ആ വശത്തെയും ഒപ്പം തന്നെ അതിൻ്റെ ഏരിയയെയും അല്ലെങ്കിൽ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തു ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ത്രികോണ ആകൃതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഭാഗിക്കാം അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ എങ്ങനെ ഭാഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ്: ദ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് the length of the opposite side and the area of the triangle in the same ratio. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിന്റെ ബേസ് 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഏരിയ എത്രയാണ് വരുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അര BH ആണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? അര ഇൻറ്റു 6 ഇൻറ്റു 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഏരിയ കിട്ടി. 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ വന്നത്, അല്ലേ? ഈ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഈ ത്രികോണത്തെ 2 ചെറിയ ത്രികോണങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്നു. അതിൻ്റെ ബേസിനോ ഹൈറ്റിനോ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ സെന്ററിലാണ് ഭാഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്തേക്കും 3 സെന്റിമീറ്റർ വീതം ബേസ് ആക്കിക്കൊണ്ട് ഹൈറ്റിന് വ്യത്യാസമില്ലാതെ ഭാഗിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ റേഷ്യോ നമുക്കൊന്ന് നോക്കാം. എന്ത്? സൈഡ്സിന്റെ റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും എങ്ങനെയാണ് വരുന്നത്, സെയിം ആണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് 3:3 ആണ്. ഇനി അതിനെ നമ്മൾ എന്തെഴുതാം? ഏറ്റവും ചെറിയ ഫോമിലേക്ക് അതിനെ മാറ്റണം, ലഘുരൂപത്തിലേക്ക് അതിനെ മാറ്റണം. അത് 1:1 ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ നോക്കാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഇതാണ്, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കാം നമുക്ക്. ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയാ വരിക? 3. അര ഇൻറ്റു 3 ഇൻറ്റു 4. ഹൈറ്റിന് വ്യത്യാസമില്ല, അല്ലേ? ഇവിടെ വേണമെങ്കിൽ ഹൈറ്റും ബേസും അല്ലെങ്കിൽ സൈഡ് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 2 4 ക്യാൻസലായി 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഇനി അടുത്തത് എന്താണ്? ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു 3 ഇൻറ്റു 4 6 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്ത് വന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ 6:6 ആണ് റേഷ്യോ ഓഫ് ഏരിയ. 6:6 ഈസ് ഈക്വൽ ടു 1:1. കണ്ടോ? ഇത് രണ്ടും സെയിം റേഷ്യോയിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡ്, അല്ലെ? സൈഡിന്റെ റേഷ്യോയും ഒപ്പം തന്നെ അതിന്റെ ഏരിയയുടെ റേഷ്യോയും സെയിം ആണ്. അടുത്ത 2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇത് ബേസിനെ 6 സെന്റിമീറ്റർ തന്നെയാണ്, അതിനെ 2 4 എന്നീ സെന്റിമീറ്ററുകളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഹൈറ്റ് സെയിം തന്നെയാണ്, 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇതിന്റെ റേഷ്യോസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സൈഡിന്റെ റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് സൈഡിന്റെ റേഷ്യോ നോക്കാം. എങ്ങനെയാണ് റേഷ്യോ? സൈഡിന്റെ റേഷ്യോ എങ്ങനെ വന്നിട്ടുണ്ട്? 2:4 ആണ്. ഇതിന്റെ ലീസ്റ്റ് ഫോം എത്രയാണ്? ഇത് ലീസ്റ്റ് ഫോം കാണുക എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും ചെറിയത് ലഘുരൂപത്തിലേക്ക് ആക്കുക. ഈ 2 സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ എന്താ മാത്രമേ നമുക്ക് അതിന്റെ ലീസ്റ്റ് ഫോം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലേ? അപ്പോൾ 2ല് ഇതാക്കാം. 1:2 ആണ് വരുന്നത് റേഷ്യോ.
ഇനി ഏരിയ ഈ റേഷ്യോയിൽ തന്നെയാണോ എന്നും കൂടെ നോക്കാം. ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയാണ് വരുന്നത്? 2 അല്ലേ? അര ഇൻറ്റു 2 ഇൻറ്റു 4 ആണ്. 2 2 ക്യാൻസലായി 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. 2 ക്യാൻസൽ 2 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. കണ്ടുവോ? ഇതും എന്താക്കണം, നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? ഇതിന്റെ ലിസ്റ്റ് ഫോം എടുക്കണം. അപ്പോൾ 4:8 എന്നുള്ളത് 1:2 തന്നെയാണ്. അപ്പൊ ഇത് സെയിം റേഷ്യോയല്ലേ വന്നിരിക്കുന്നത്. സൈഡ്സിന്റെ റേഷ്യോയും ഇവിടെ എഴുതാം. റേഷ്യോ ഓഫ് ഏരിയ. ക്ലിയർ ആയില്ലേ? ഇതുകൂടെ നോക്കാം. ഇവിടെ റേഷ്യോ സൈഡിന്റെ റേഷ്യോ നോക്കുകയാണ് നമ്മൾ. 1:5 ആണ് വന്നിരിക്കുന്നത്. ഇനി ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു 1 ഇൻറ്റു 4 ആണ്. 2 അല്ലേ? ഇനി ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു 5 ആണ്. 5 ഇൻറ്റു 4 ക്ലിയർ ആവുന്നുണ്ടല്ലോ. 2 ആണ്. ഇവിടെ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ഏരിയ 2:10 ആണ്. ഇത് രണ്ടിന്റെ മൾട്ടിപ്പിൾസിലുള്ളതാണ്. അപ്പോൾ ലീസ്റ്റ് ഫോം എത്രയാണ്? 1:5 ആണ്. ഇത് രണ്ടും സെയിം റേഷ്യോയിൽ വന്നില്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ. എന്താണ്? എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ലെങ്ത് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ. എന്താണ്? ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും എതിർ വശത്തേക്ക് വരയ്ക്കുന്ന വര ആ വശത്തെയും ഒപ്പം തന്നെ അതിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇതിലൊരു കുഞ്ഞു ടോപ്പിക് കൂടെ ഉണ്ട്. എന്താണ്? In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. ഒരു ആംഗിൾ ബൈസെക്ടർ എതിർ വശത്തേക്ക് വരയ്ക്കുമ്പോൾ ആ ആംഗിളിന് ഇരുഭാഗത്തുമുള്ള വശങ്ങളുടെ അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും മൂന്നാമത്തെ വശത്തെയും ഭാഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഏരിയയും സെയിം റേഷ്യോയിൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇതാണ് എക്സാമ്പിൾ. ഇതിന് ഇരുവശത്തും 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടെയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. താഴത്തെ ബേസ് വന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ വരച്ചിരിക്കുന്ന വരെയാണ് ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം അല്ലേ? കോമ്പസ് ഉപയോഗിച്ച് കുറച്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇവിടെ ആർക്ക് വരച്ചതിന് ശേഷം അതിലൂടെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന വരെയാണ് അതിന്റെ ആംഗിൾ ബൈസെക്ടർ. അതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഒരു 60 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഇത് നമുക്ക് ഇരുഭാഗത്തുമായി 30 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മൾ 60 ഡിഗ്രി എടുത്തിരിക്കുന്നത്. അതിന് ആംഗിൾ ബൈസെക്ടർ വരച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 30 ഡിഗ്രി വീതം. ക്ലിയർ? ഇനി എന്താണ് അടുത്തത്? നമുക്ക് സൈഡുകളുടെ റേഷ്യോ അല്ലേ? ഈ താഴത്തെ വശത്തിന്റെ റേഷ്യോ ആംഗിളിന്റെ ഇരുഭാഗത്തുമുള്ള വശങ്ങളുടെ അതേ റേഷ്യോയിലായിരിക്കും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ എന്താണ്? 4:5 അല്ലേ? ഒരു വശം 4 സെൻറ്റിമീറ്റർ ഒരു വശം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 4:5 ആണ് അതിന്റെ റേഷ്യോ. അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോയിലാണ് ഈ 6 സെൻറ്റിമീറ്ററിനെ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന് 2 ട്രയാങ്കിൾ ആക്കി പരിഗണിച്ചാൽ അതിന്റെ ഏരിയയും ഈ റേഷ്യോയിൽ തന്നെയാണോ എന്ന് നോക്കാം. അപ്പോൾ ഇത് 2 ട്രയാങ്കിൾ ആക്കി നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഹൈറ്റ് കാണണമെങ്കിൽ ഏരിയ കാണണമെങ്കിൽ എന്ത് വേണം? ഹൈറ്റ് വേണം. ഈ രണ്ട് ട്രയാങ്കിൾസിനും ഹൈറ്റ് ഇല്ല അല്ലെ? ഈ വശം ബേസ് ആയിട്ട് എടുക്കുകയാണ് ഒരു ട്രയാങ്കിള്, ഈ വശം ബേസ് ആയിട്ടാണ് അടുത്ത ട്രയാങ്കിൾ എടുക്കുന്നത്. അപ്പൊ അതിന് രണ്ടിനും ഹൈറ്റ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ലെങ്ത് വരയ്ക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ വെർട്ടെക്സിലേക്കും ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കും വരച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കിട്ടി. രണ്ട് ട്രയാങ്കിൾസിന്റെയും ഹൈറ്റ് കിട്ടി. പക്ഷെ മെഷർമെന്റ് നമുക്കറിയില്ല അല്ലെ? നമ്മളിവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാം. ക്ലിയർ ആണല്ലോ? ഇവിടെ 30. അപ്പൊ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ മാത്രമേ ഉള്ളൂ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തിയറി. എന്താണത്? ഇവിടെ നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഒരു ആംഗിള് 90 ഡിഗ്രിയാണ്, ഒരു ആംഗിള് 30 ഡിഗ്രിയാണ്. ഈ രണ്ട് ത്രികോണങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തേർഡ് ആംഗിള് 60 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിൾ കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഇത് രണ്ടും സെയിം ട്രയാങ്കിൾസ് ആണോ എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ മുൻപ് 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തിയറി നിങ്ങൾ ഓർത്തെടുക്കുക. ഏതാണ്? ASA എന്നുള്ളൊരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഒരു വശവും അതിന്റെ ഇരുഭാഗത്തുമുള്ള ആംഗിൾസ് ഒരു ട്രയാങ്കിളിന്റെ മറ്റൊരു ട്രയാങ്കിളിന് തുല്യമായി വന്നാൽ അവ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ ബാക്കി വരുന്ന രണ്ട് സൈഡും അടുത്ത ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ ഒരു തിയറി നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇത് ഒരു കോമൺ സൈഡാണ് അല്ലേ? CD എന്നുള്ളത് രണ്ട് ട്രയാങ്കിൾസിന്റെയും കോമൺ സൈഡാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഇരുഭാഗത്തുമുള്ള ആംഗിൾസും സെയിം ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും സെയിം ആയിരിക്കും ആണല്ലോ. അപ്പൊ ഇവിടെ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? സെയിം ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹൈറ്റ് എന്താണ്? H1ഉം H2ഉം കൊടുത്താൽ ഇത് രണ്ടും സെയിം ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണ്ട? 1ഉം 2ഉം വേണ്ട, H മാത്രം മതി. അപ്പൊ നമുക്ക് ഹൈറ്റ് സെയിം ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ഏരിയ കാണാം. അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC അല്ലെ? ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ ഏതാണ്? DBC. അപ്പോ ഇതും ഇതിന്റെ ഏരിയയും ഈ അംശബന്ധത്തിൽ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കേ വേണ്ടൂ. വേറെ ഒരു പണിയും ഇതിലില്ല അല്ലെ? അതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് തിയറീസും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ബേസ് എത്രയാ? 4 സെന്റിമീറ്റർ ആണ്. ഇൻറ്റു H ഈക്വൽ ടു അര ഇൻറ്റു ഇവിടെ ബേസ് 5 സെന്റിമീറ്റർ ഇൻറ്റു H ആണ്. Hന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ H നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. ഇനി ഒരു എന്താണ്? ഈക്വലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയിട്ട് വരുന്നതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഹാഫ് ക്യാൻസലായി, ഹാഫ് ക്യാൻസലായി, H രണ്ട് ഭാഗത്തോണ്ട് ക്യാൻസലായി. ബാക്കി നമുക്ക് ഇതിൽ അവശേഷിച്ചിരിക്കുന്നത് എന്താണ്? 4, 5 അല്ലേ? നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? 4:5. അപ്പോ റേഷ്യോ ഓഫ് ഏരിയാസ് എന്തെന്നെയാണ്? 4:5 തന്നെയാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം മുഴുവനായിട്ട് എഴുതിയിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് താഴത്തെ വശത്തിലേക്ക് 2 വരകൾ വരച്ചിരിക്കുന്നു. വരകൾ താഴത്തെ വരയുടെ നീളത്തെ ഭാഗിക്കുന്ന അംശബന്ധവും ചിത്രത്തിലെ 3 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവിന്റെ അംശബന്ധവും ഒന്നു തന്നെയാണെന്ന് തെളിയിക്കുക. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചിത്രം. ഒരു വലിയ ട്രയാങ്കിൾ ആണ്. അതിൽ 2 വരകൾ വരച്ചിട്ട് അതിനെ 3 ആക്കി ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 ആക്കി ഭാഗിച്ചപ്പോൾ ഇതിന് ബേസിന് വന്നിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബേസിന്റെ റേഷ്യോ എന്താണെന്നും ഈ 3 ത്രികോണങ്ങളുടെ പരപ്പളവിന്റെ റേഷ്യോ എന്താണെന്നും അവ സെയിം ആണോ എന്നും കൂടെ നമ്മൾ ഇവിടെ നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന് ആദ്യം തന്നെ മെഷർമെന്റ്സ് ഒന്നും തരാത്ത കാരണം ഇതിനൊരു പേര് കൊടുക്കണം. പിന്നെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോന്നിനും നമുക്ക് മെൻഷൻ ചെയ്യാം. ഇവിടെ A, B, C, D, E
ഈ പേരുകൾ കൊടുത്ത് നമ്മൾ ഇതിനെ 3 കുഞ്ഞു ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 3 ചെറിയ ട്രയാങ്കിൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസിന്റെ അളവ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ബേസ് നമ്മൾ എങ്ങനെ കണക്കാക്കും? ഇങ്ങനെ കണക്കാക്കേണ്ടത് B1 ബേസ് ആണല്ലോ. അപ്പൊ B1 B2 B3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ബേസിന്റെ റേഷ്യോ കിട്ടി. അപ്പോ എന്ത് എഴുതണം? റേഷ്യോ ഓഫ് സൈഡ്സ് B1 B2 B3 കിട്ടിയല്ലോ. ഇനി എന്താണ്? തേർഡ് വെർട്ടെക്സിൽ നിന്ന് എത്ര വര വരച്ച് ട്രയാങ്കിളിനെ എത്ര ഭാഗങ്ങളാക്കിയാലും ഈ വലിയ ട്രയാങ്കിളിന്റെ അതേ ഹൈറ്റ് തന്നെയായിരിക്കും ഈ ചെറിയ എല്ലാ ട്രയാങ്കിൾസിനും വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റിനെ H എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. H ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിലേക്കുള്ള തേർഡ് വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് H എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഇത് ചെയ്യേണ്ടത്? നമ്മള് ഇതിന് ഏരിയയുടെ റേഷ്യോ എഴുതി കൊടുക്കാം. സെയിം ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. ആദ്യത്തേതിന് ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2, ട്രയാങ്കിൾ 3. ആദ്യത്തേതിന് എന്തെഴുതും? ബേസ് B1 ആണ്, ഹൈറ്റ് H ആണ്. അപ്പൊ അര ഇൻറ്റു B1 ഇൻറ്റു H ആണ് ഈസ് ടു സെക്കൻഡ് ട്രയാങ്കിളിന്റെ അര ഇൻറ്റു B2 ഇൻറ്റു H ആണ്. തേർഡ് അര ഇൻറ്റു B3 ഇൻറ്റു H. അപ്പോ ഇത് സെയിം ആയിട്ട് വരുന്നത് എല്ലാം ക്യാൻസൽ ആയി പോകും അല്ലെ. ഇതില് അര എല്ലാത്തിലും സെയിം ആണ്, H എല്ലാത്തിലും സെയിം ആണ്. ബാക്കി വരുന്നത് എന്താണ്? B1 ഈസ് ടു B2 ഈസ് ടു B3. അപ്പൊ എന്താണ്? ഇതിൽ നിന്ന് എന്ത് ക്ലിയർ ആയി? സൈഡ്സിന്റെ റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും സെയിം ആണ്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയുടെ മധ്യബിന്ദുവുമായി മറ്റു 2 മൂലകൾ യോജിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 തെളിയിക്കുക. ക്ലിയർ ആയല്ലോ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചിത്രം. ഇതിൽ 4 ട്രയാങ്കിൾസ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? വലിയൊരു ട്രയാങ്കിൾ ആണ്. അതിലെ ബേസിന്റെ മിഡ് പോയിന്റിലൂടെ തേർഡ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ചെറിയ ട്രയാങ്കിൾസിനെ വീണ്ടും 2 എണ്ണം വീതമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കോമൺ സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് ടീച്ചറോടെ, അതൊന്ന് വായിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിളിന്റെ ഏരിയ A എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ മെഷർമെന്റ്സ് ഒന്നും തരാത്ത കാരണം A എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB, ABയുടെ മിഡ് പോയിന്റ് ആണ് D. അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? ഇത് രണ്ടും സമഭാഗം ചെയ്യുന്നു. അപ്പൊ ഇത് സെയിം റേഷ്യോയിലാണ്, അതുപോലെ ഏരിയയും സെയിം റേഷ്യോയായിരിക്കും. അപ്പൊ അതിന്റെ പകുതിയും ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഇവിടെ നമുക്ക് വരുന്ന? ഏരിയ ഓഫ് ADC ആൻഡ് BDC ആർ ഈക്വൽ ഇറ്റ്സ് ഹാഫ് ഓഫ് ട്രയാങ്കിൾ ABC, A/2 അല്ലെ. വലിയ ട്രയാങ്കിളിന്റെ പകുതിയാണ്. ഇനി അടുത്തത് CD അല്ലെങ്കിൽ DC ഈസ് ദ കോമൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ADC ആൻഡ് BDC. BDCയുടെയും ADCയുടെയും കോമൺ സൈഡ് ആണ് DC വരുന്നത്. അതിന്റെ മിഡ് പോയിന്റ് ആണ് M. അപ്പോൾ ഈ കോമൺ സൈഡിനെ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയി. അപ്പൊ ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയയും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് DC. DC ഈസ് ദ കോമൺ സൈഡ് ഓഫ് ട്രയാങ്കിൾ ADC ആൻഡ് BDC. ആയതുകൊണ്ട് ഏരിയ ഓഫ് സ്മോൾ 4 ട്രയാങ്കിൾസ് ആർ equal, it's a 1/4 part of triangle ABC, A/4. ക്ലിയർ ആയില്ലേ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജുകളും അയക്കാവുന്നതാണ്.